ഒരു പ്രായമാകുമ്പോഴുള്ള ചുളിവുകൾ എല്ലാവരുടെ ഒരു പ്രശ്നം തന്നെയാണല്ലേ. അപ്പോൾ പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ട് ആ ചുളിവുകളൊക്കെ ഒന്ന് തടയാനായിട്ടും അതുപോലെ തന്നെ മുഖചർമ്മം നന്നായിട്ട് തിളങ്ങാനായിട്ടും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഈ വെയിലുള്ള സമയത്തൊക്കെ ഈ ഒരു ഫേസ് പാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോകുന്നത് ഒരുപാട് നല്ലതാണ്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് ഒറ്റ യൂസിൽ തന്നെ നല്ല തിളക്കമുള്ളതും ബ്രൈറ്റനിങ്ങോടുകൂടിയും ഇരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ മുഖചർമ്മം നന്നായിട്ട് തിളങ്ങുകയും ആ ഒരു ചുളിവുകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അതിനായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനുവേണ്ടി എടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഫ്ലാക്സ് സീഡ് എപ്പോഴും എടുത്ത് ഉണ്ടാക്കി തേച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. നമ്മൾ ആവശ്യമുള്ള ഫ്ലാക്സ് സീഡ് എടുത്ത് ഇതുപോലെ ഒന്ന് ചട്ടിയിലൊന്ന് ചൂടാക്കി എടുക്കുക. കരിച്ച് പുകച്ച് കളയുകയോ ഒരുപാട് ഡ്രൈ ആക്കുകയോ ഒന്നും ചെയ്യേണ്ട. നല്ലവണ്ണം നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. കരിഞ്ഞു പോകരുത്, അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും, റിസൾട്ടൊന്നും കിട്ടത്തുമില്ല. ഒന്ന് ചൂടാക്കി മൊത്തത്തിലൊന്ന് നല്ലവണ്ണം ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ല കേട്ടോ. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ മാറ്റാനായിട്ടും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുഖത്തുണ്ടാകുന്ന പാടുകളും കലകളും ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇനിയൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമുക്ക് ആവശ്യമുള്ളത്ര എത്രയും എടുത്ത് ഇതുപോലെ ചൂടാക്കി പൊടിച്ചു വെക്കാം. സാധാരണ നമ്മൾ ഫ്ലാക്സ് സീഡ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒക്കെയല്ലേ ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും കേടുപാടും കൂടാതെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഏജൊക്കെ കഴിഞ്ഞവർ ഈ ഒരു മെത്തേഡ് ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ പൊടിച്ചെടുക്കുക. നല്ല ഉണങ്ങിയ ജാറിലിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് നിരത്തി കുറച്ച് നേരം പേപ്പറിൻ്റെ പുറത്ത് ഒന്ന് അരിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പേപ്പറിലെ തണുപ്പ് ആ ചൂടെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഉണങ്ങിയ ഡബ്ബയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പം പൊടിച്ച് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല നൈസ് പൗഡറായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പം മറ്റേത് നമുക്ക് സ്ക്രബിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്ക്രബിങ് ആയിട്ട് അതിനകത്ത് തൈരും അതുപോലെ നാരങ്ങ നീരും പിന്നെന്താ പറയുക നമ്മുടെ ഹണിയും ഒക്കെ ചേർത്ത് സ്ക്രബ് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇടിച്ചത് ഒരു സ്ക്രബിങ് ഒരു ഇതായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നവുമില്ല. ഡെഡ് സ്കിന്നൊക്കെ മാറാൻ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഫൈൻ പൗഡറായിട്ട് നമ്മൾ അരിച്ചെടുത്ത സാധനത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് എടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ നൈസ് പൗഡറായിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡർ നിങ്ങൾ പിന്നെ ഒരിക്കലും ചൂടോടുകൂടി ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കരുത്. നല്ലവണ്ണം തണുത്തിട്ട് മാത്രമേ നിങ്ങൾ ഒരു ഉണങ്ങിയ വെള്ളമയമൊന്നും ഇല്ലാത്ത ഉണങ്ങിയ ഒരു ജാറിലായിരിക്കണം അടച്ചു വെക്കേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കേടുകൂടാതിരിക്കും കേട്ടോ. വറുത്തതായത് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കണം. എത്രയാണോ അത്രയും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തതിന് അളവൊന്നുമില്ല. കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1-2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും കയ്യിലും ഒക്കെ തേക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിപ്പം മുഖത്തിൽ മാത്രമല്ല, ഇപ്പം മുഖത്തിലാണ് നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. ഇനിയും കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 2.5 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുഖത്ത് തേക്കാനും കഴുത്തിൽ തേക്കാനും ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ മിച്ചം മതി. ഇനി ഇതിനകത്തേക്ക് ഞാൻ കോൺഫ്ലവറാണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവർ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് കോൺഫ്ലവർ. അപ്പോൾ ഈ കോൺഫ്ലവർ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്രയും മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഫ്ലാക്സ് സീഡ് ഒത്തിരി നല്ലതാണ്, ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട്. നിങ്ങൾക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുഖം തിളങ്ങുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് തേനാണ് കേട്ടോ. ഒരു 1/2 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് പാടുകളും കലകളും ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിന് യുവത്വം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങാനായിട്ടും ഒക്കെ സഹായിക്കുന്നു.
അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ നമുക്ക് അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ മുഖത്തുള്ള ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറി പെട്ടെന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നു. വെയിലേറ്റുള്ള കരിവാളിപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ സൺലൈറ്റ് നമ്മളെ നേരിട്ട് നമ്മൾ ഈ ഒരു പായ്ക്കൊക്കെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഡാമേജുകൾ കുറയ്ക്കും. അതായത് സ്കിന്ന് നേരിട്ട് നമ്മുടെ മുഖത്ത് വെയിലടിച്ചാലും നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നവും വരത്തില്ല, ഒരു ഡാമേജും വരത്തില്ലാതെ സ്കിന്നെ നല്ലതായിട്ട് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പായ്ക്കും കൂടാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാക്സീഡ് വാങ്ങിച്ചാൽ മതി. ബീട്രൂട്ടും അതുപോലെ തന്നെ കോൺഫ്ലവറും ഒക്കെ മിക്കവാറും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, തേനും കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനം ഇത്രയും സാധനങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതിൽ നിന്ന് ഒരു സാധനം പോലും മാറ്റരുത്. ഈ ഒരു കൂട്ട് നല്ലതായിട്ട് തന്നെ നമുക്ക് ഈ ഇത്രയും കറക്റ്റായിട്ട് തന്നെ എല്ലാം വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഫേസ് വാഷ് ഉപയോഗിച്ച്, നിങ്ങൾക്ക് ഫേസ് വാഷ് ആണെങ്കിൽ ഫേസ് വാഷ്, സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നല്ലപോലെ മുഖവും മുഖത്തും കഴുത്തിലും നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ മുഖവും കഴുത്തും നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പം കഴുത്തിലിടുന്നില്ല, മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് മുഖത്തോട്ട് ഇത് താഴെ നിന്ന് മേളിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ഇടുമ്പം നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനൊക്കെ ഏറ്റവും നല്ലതാണ് താഴേന്ന് ഇതുപോലെ മേളിലോട്ട് തേച്ച് കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ അങ്ങനെ ഇടാവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കുന്നതും നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഒരു രീതിയിലല്ലേ തേക്കുന്നത്, പെട്ടെന്ന് തന്നെ തേച്ച് പിടിക്കും. ഇതങ്ങനെ തന്നെ നമ്മൾ തേക്കണം. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മുടെ സ്കിന്നിനെ ശ്രദ്ധിച്ച് നമ്മൾ കെയർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം മുഖം മൊത്തം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് നല്ലതായിട്ട് ഇത് നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ കഴുത്തിലും ചെയ്യാം, കഴുത്തിലോട്ടും തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു വെളുപ്പ് കിട്ടും ഇത് തേക്കുമ്പോഴത്തേനും. ഇത് ഒരാഴ്ച വരെ നമ്മുടെ ഫേസിൽ ഈ ഒരു വെളുപ്പ് നിലനിർത്താം. പിറ്റത്തെ ആഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഡെയിലി ഇട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ തേച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് വീണ്ടും വീണ്ടും നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള പായ്ക്കൽ ഇടുന്ന മൂലം നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആവാനായിട്ടും നല്ല തിളക്കത്തോടുകൂടിയും നല്ല ഒരു സ്കിന്നായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി സ്കിന്നായിട്ടിരിക്കും. എപ്പോഴും നമുക്ക് എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് നല്ല രീതിയിലുള്ളൊരു സ്കിന്നല്ലേ. നമ്മൾ ചിലർക്ക് കഴുത്തിന് വേറെ കളറായിരിക്കും, മുഖത്തിന് വേറെ കളറായിരിക്കും. അതായത് മുഖത്തായിരിക്കും കൂടുതൽ കരിവാളിപ്പ് തോന്നിക്കുന്നത്. കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം കരിവാളിക്കും. അതിൽ നിന്നൊക്കെ രക്ഷ തേടാനായിട്ട് അടിപൊളി ഒരു പായ്ക്കാണിത്. നിങ്ങൾ സ്കിപ്പ് ചെയ്തില്ല, ഇത് കറക്റ്റ് ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 100% റിസൾട്ട് കിട്ടുന്നത് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് എത്ര നേരം മുഖത്ത് വെച്ചിരുന്നു, 20 മിനിറ്റോളം നമ്മൾ മുഖത്ത് വെക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് ഉണങ്ങും. ഈ ഉണങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മുടെ ഈ കോൺഫ്ലവറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സ്കിന്ന് ടൈറ്റ് ആവും. ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഒന്നെങ്കിൽ സ്പ്രേയർ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫേസിലോട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളം തൊട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം തൊട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ മസാജ് ചെയ്ത് ഞാൻ എടുക്കുക. ഇപ്പോൾ നിങ്ങളതൊന്ന് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് തുടച്ച് കാണിക്കണം. മസാജ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആ സ്കിന്നിൽ തൊടുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ ഏത് ഭാഗത്തുള്ള ചിലപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു ഇരുളുമ പോലൊക്കെ വരത്തില്ലേ, അതെല്ലാം ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് മാറിക്കിട്ടും. നിങ്ങൾ ഒറ്റ തവണയെങ്കിലും ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് മൊത്തം തുടച്ച് മാറ്റിയതിന് ശേഷം ഞാൻ കാണിക്കാം. മുഖത്ത് നല്ലൊരു തിളക്കവും ആ ഒരു മൊത്തം നമ്മുടെ മുഖത്ത് നല്ലൊരു വെളുപ്പും തിളക്കവും കൂടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നമുക്കൊരു വലിയ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇതൊരു ദിവസം നമ്മൾ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടല്ലോ, തലേന്ന് നമ്മൾ ഇടുക, എന്നിട്ട് ഇത് പോവുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. അതിൻ്റെ പുറത്ത് നമുക്ക് ലൈറ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളി ഷൈനിങ് ആയിട്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഫേഷ്യലൊന്നും ചെയ്യാൻ പോകാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് കല്യാണ ഫംഗ്ഷന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.